Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 7ന്റെ പബ്ലിക് ബീറ്റ ഇപ്പോൾ നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഡിവൈസിൽ iOS 17 പബ്ലിക് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ്, അതും ഫ്രീ ആയിട്ട്. ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ iOS 17 പറ്റിയാണ്. ഈ ഒരു iOS 17 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളും ഞാനിപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിവൈസുകൾക്ക് മാത്രമാണ് നമുക്ക് iOS 17 ലഭിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോ രണ്ടുമൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നാമത്തെ നമ്മുടെ ഡിവൈസിൻ്റെ ബാക്കപ്പ്. നമ്മുടെ ഡിവൈസ് ഒന്നെങ്കിൽ iCloud ആയിട്ടോ അല്ലെങ്കിൽ iTunes വഴി ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കണം. കാരണം ഇത് ബേറ്റ ആയതുകൊണ്ട് തന്നെ കുറേയധികം ബഗ്ഗുകൾ നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഡിവൈസ് ഒരു പ്രൈമറി ഫോൺ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും iOS 17 ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അതേപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം ബഗ്ഗുകളും ആപ്പുകളുടെ ക്രാഷും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ ഒരു കമ്പ്യൂട്ടറും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സെക്കൻഡറി ഫോണും ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് iOS 17 ഏർലി ഹാൻഡ്സ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോവാം. തുടക്കം തന്നെ നമ്മുടെ സഫാരിയിലേക്ക് പോവാം. സഫാരിയിൽ beta.apple.com എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ ബീറ്റ പ്രൊഫൈലിൻ്റെ ആ ഒരു വെബ്സൈറ്റിലേക്ക് ചെല്ലാൻ പറ്റും. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോകാം. ഈ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്പിൾ ബീറ്റ സോഫ്റ്റ്വെയർ പ്രോഗ്രാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ iOS, iPadOS, macOS, Sonoma, tvOS, watchOS, HomePodOS എന്നീ പറഞ്ഞ എല്ലാ OSും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഓൾറെഡി ഒരു ആപ്പിൾ അക്കൗണ്ട് വെച്ചാണ് നമ്മുടെ ഐഫോൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഈ പറഞ്ഞ ബീറ്റ പ്രൊഫൈലിൽ ആക്ടിവേറ്റഡ് ആയിട്ടൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ സൈൻ ഇൻ കൊടുക്കുക. നിങ്ങൾ സൈനപ്പ് ആദ്യം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൈനപ്പ് ചെയ്താൽ അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്താൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ബീറ്റ പ്രൊഫൈലിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. എൻ്റെ ഫേസ് ഐ ഡി ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫേസ് ഐ ഡി കൊടുത്തു. നമുക്ക് ഈ പറയുന്ന ബാക്കി ലോഡിങ്ങും കാര്യങ്ങളും വരുന്നത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചാണ്. ഇവിടെ ഗൈഡ് ഫോർ ബീറ്റ സോഫ്റ്റ്വെയർ എന്ന് കാണാം. iOS, iPadOS, macOS നിങ്ങൾക്ക് ഏത് OS ആണ് വേണ്ടതെന്നാൽ ആ OS നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. താഴത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ എൻറോൾ യുവർ iOS ഡിവൈസ് എന്ന് കാണാം. നമ്മൾക്കറിയാവുന്ന പോലെ iOS 16 ശേഷം iOS 17 വന്നപ്പോൾ ആപ്പിൾ കുറച്ചധികം മാറ്റങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാമതാണ് നോ ബീറ്റ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഈ നോ ബീറ്റ പ്രൊഫൈൽ എന്ന് പറയുന്നത് നേരത്തെ iOS 16 നമുക്ക് ഈ പറഞ്ഞ എൻറോൾ ചെയ്യുമ്പോൾ ഒരു ബീറ്റ പ്രൊഫൈൽ ലഭിക്കുമായിരുന്നു. പക്ഷേ ഇനി മുതൽ ആ ഒരു ബീറ്റ പ്രൊഫൈൽ നമുക്ക് ലഭിക്കില്ല. ഡയറക്റ്റായിട്ട് നമ്മുടെ ആപ്പിൾ ID ഉപയോഗിച്ചുകൊണ്ട് ഡിവൈസിലേക്ക് എൻറോൾമെൻറ്റ് ഇൻജക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബീറ്റ പ്രൊഫൈൽ നമുക്ക് ലഭിക്കില്ല. ഇവിടെ എൻറോൾ യുവർ ഡിവൈസ് എന്ന് കൊടുക്കുക. എൻറോൾ യുവർ ഡിവൈസ് കൊടുക്കുമ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ ആപ്പിൾ തന്നെ ആദ്യം പറയുന്നുണ്ട് ഈ പറയുന്ന അർച്ചീവ് എ ബാക്കപ്പിന്. അതിന് താഴത്ത് ടേൺ ഓൺ ബീറ്റ അപ്ഡേറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഫോർ ഡിവൈസസ് റണ്ണിങ് iOS 16.4 ഓർ ലേറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാവും ഗോ ടു സെറ്റിംഗ്സ്, ജനറൽ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ബീറ്റ അപ്ഡേറ്റ് ആൻഡ് ചൂസ് ദ iOS ബീറ്റ വുഡ് യു ലൈക്ക് ടു ഇൻസ്റ്റാൾ എന്ന്. തൊട്ട് താഴത്ത് ഓപ്പൺ ബീറ്റ അപ്ഡേറ്റ്സ് ഉണ്ട്. അതിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ഇതിൽ ഞാൻ ടാപ്പ് ചെയ്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഡെവലപ്പർ ബീറ്റയാണ്. നിങ്ങൾ അതിലേക്ക് ടാപ്പ് ചെയ്യുക. നേരെ അതിന് സെറ്റിങ്സിലേക്ക് പോവുക. താഴത്ത് പോയിട്ട് നമ്മുടെ ജനറൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ബീറ്റ അപ്ഡേറ്റ്സിന് ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS പബ്ലിക് ബീറ്റയും ഡെവലപ്പർ ബീറ്റയും. ഈ ഒരു പബ്ലിക് ബീറ്റ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും iOS 17 പബ്ലിക് ബീറ്റയുടെ ആ ഒരു അപ്ഡേഷൻ ലിസ്റ്റ്. ഞാൻ ഓൾറെഡി ഈ ഒരു ഡെവലപ്പർ ബീറ്റ ആയതുകൊണ്ടാണ് എനിക്കത് കാണിക്കാത്തത്. പക്ഷേ നിങ്ങളുടെ ഡിവൈസിൽ ആ ഒരു ബീറ്റ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏർലി ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ iOS 17 ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. പക്ഷേ
ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോലെ ബഗ്, അതേപോലെ പെർഫോമൻസ് ലാഗ്, ചിലപ്പോൾ ചൂടാവാനുള്ള ചാൻസ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വേണം. കാരണം ഇത് ഒരു ബേറ്റയാണ്, ഒരു പ്രോപ്പർ ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് കൊണ്ട് ആപ്പിൾ സ്റ്റോറിൽ നന്നാക്കണമെന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ, നിങ്ങൾക്കിപ്പോൾ ആപ്പിൾ കെയർ പ്ലസ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവർ ആ ഒരു ഫ്രീ സർവീസ് റെഫ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണം ഈ പറഞ്ഞ ബീറ്റ പ്രൊഫൈൽ നമ്മുടെ ഐഫോണിലും ഏത് ആപ്പിൾ പ്രോഡക്റ്റിലും ഇൻസ്റ്റാൾ ചെയ്യാൻ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായി, അതേപോലെ ഇഷ്ടമായി വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും വേണ്ടി നോട്ടിഫിക്കേഷൻ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. Go follow me on Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.